ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് അർഷാക്കോന് വലിയ വർക്കൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. കാലം കയറ്റി ചുറ്റോട്ടിലിരുന്ന് പ്രകൃതി ആസ്വദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ ഓരോരോ കളികളിലാണ് കേട്ടോ. ഹൈസോന് ഈ ഒരു ഗേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിങ്ങനെ തന്നെ തുറക്കാനുള്ളൊരു കഴിവ് ആൾക്ക് ഇപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കയറിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അസമോളുണ്ടോ എൻ്റെ കൂടെ. ഇസാണെങ്കിൽ അർഷാക്ക് വന്നാൽ പിന്നെ അർഷാക്കുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പം മടിയിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. ഒരു ഓവർ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ ചെക്കന്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അർഷാക്കും ആണെങ്കിൽ വെറുതെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നുണ്ടല്ലോ ഭയങ്കര കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. വെയിൽ അങ്ങനെ വെയിലില്ല, എന്നാൽ മഴയില്ല, അങ്ങനെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതേ വൈകുന്നേരത്തെ സമയമാണ്. ഈ ഒരു ടൈമിലല്ലേ ഇവിടെ വലിയ ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലാവും. കുട്ടികളൊക്കെ പിന്നെ ഇതേനൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് വെയിൽ ഉണ്ടായതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ടേബിളിൽ കിടക്കുന്ന സാധനങ്ങൾ. ഒരു സൈഡിൽ കുറച്ച് ഉണങ്ങിയതും, ഒരു സൈഡിൽ നല്ല ഉണങ്ങിയതും, ഒരു സൈഡിൽ തീരെ ഉണങ്ങാത്തതെന്ന് പറഞ്ഞ മാതിരി എല്ലായിടത്തും തുണികളാണ്. എങ്ങോട്ട് നോക്കിയാലും തുണികളാണ് കേട്ടോ. അപ്പോൾ ഇനി ഉണങ്ങി കിട്ടിയാലും മലക്കാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി സെറ്റാക്കിയിട്ട് അതാത് സ്ഥാനത്തേക്ക് എത്തിക്കണം കേട്ടോ. അല്ലെങ്കിൽ തിരുമ്പണ്ടേ എന്നുള്ള പ്രശ്നം, തിരുമ്പി കഴിഞ്ഞാൽ എവിടെ തോരയിടുക എന്നുള്ള പ്രശ്നം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ തോരണം കെട്ടിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇട്ടു വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കെട്ടാൻ പാടില്ല എന്ന്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടോ. പിന്നെ ഇപ്പോൾ വേറൊരു വഴിയില്ല, ഇത് ഉണങ്ങാതെ അവിടെ ഇവിടെ ഇങ്ങനെ ഇടുന്നേക്കും നല്ലത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിടില്ലേ എന്ന് കരുതി. ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ പോയിട്ട് നമുക്ക് അയലൊക്കെ വരാം അല്ലേ. അർഷാക്ക് വീട്ടിലുണ്ടെങ്കിലല്ലേ ഇങ്ങനത്തെ പണികളൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. അപ്പം സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ വിളിക്കുകയാണ്. പോയി കഴിഞ്ഞാൽ പറയും ഒന്നുമില്ല എന്ന്. അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പകുതി മടക്കിയിട്ട് ഞാൻ പകുതി അവിടെ ഇട്ടിട്ട് സിറ്റൗട്ടിൽ പോയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും തേങ്ങ ശർക്കര തിന്നുന്ന തിരക്കിലാണ്. ചെറിയ ഏളാപ്പാൻ്റെ വീട്ടിലെ തെങ്ങിൽ ഫസ്റ്റ് തേങ്ങ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് വെട്ടിപ്പൊളിച്ച് കഷ്ണങ്ങളാക്കി കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് എല്ലാ വീട്ടിലേക്കും കൊടുത്തിക്കാണ്. അതിനകത്തൊക്കെ ഇരുന്ന് തിന്നു. സിദ്ധികാക്കാൻ്റെ അടുത്തില്ലേ കുട്ടീനെ കണ്ട ഐസ് വേഗം ചാടും കേട്ടോ. അല്ലെങ്കിലും ചാടും. ഇവിടുത്തെ കാക്കാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പണി ഭയങ്കര ഇഷ്ടമാണ്. ആണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓനെ എത്തി വലിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാളും കൊണ്ട് എടുത്തിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കൂട്ടി ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് കേട്ടോ. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അതിൻ്റെ മേലെ കയറി എന്തെങ്കിലുമൊക്കെ കാട്ടാൻ തോന്നും. പിന്നെ ബാക്കിൽ അർഷാക്കും ശ്രദ്ധിക്കാക്കി നിൽക്കണോണ്ട് തന്നെ ഭയങ്കര കമൻ്റടിയാണ്. ഇനിയിപ്പോൾ ധൈര്യത്തോടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നിന്നാലുള്ള ധൈര്യം ഒരു ചോർത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം എന്താ പറയുക, പേടിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യുവരും. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഏക്കർ കണക്കിന് സ്ഥലമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഞാൻ എപ്പോഴും അർഷാക്കിൻ്റെ അടുത്ത് പറയും ഏതെങ്കിലും ഗ്രൗണ്ടിലേക്ക് ഒന്നിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അർഷാക്കിൻ്റെ അടുത്തേക്ക് ഏത് ഗ്രൗണ്ടിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോകുന്നൊക്കെ ചെയ്യിക്കട്ടോ. അങ്ങനെ ആ വർത്താനം ഇങ്ങനെ നീണ്ടു പോകാന്നല്ലാതെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകലും ഉണ്ടാവില്ല, വണ്ടി ഓടിക്കാൻ പഠിക്കലും ഉണ്ടാവില്ല. ഞാൻ ഈ ഇട്ടാവട്ടത്ത് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങൂട്ടോ. അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാക്കിൻ്റെ ടൈൽ പൊട്ടിട്ടുള്ളൂ, പൊട്ടിക്കരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ചെറുതായിട്ടൊക്കെ വണ്ടീനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. മക്കളയക്കും വലിയ മക്കളാണ്. ഓരും കൂടി എന്നെ പേടിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അർഷാക്ക് ഇവിടുന്ന് ഒരു മടൽ എടുത്തു വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പൊന്തയൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ നേരത്ത് ഭയങ്കര കൊതുവായിരിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ പൊന്തയും വിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്താണ് കേട്ടോ ഇവിടെയൊക്കെ നേരാക്കിയത്. അപ്പോഴേക്കും ഇതൊക്കെ എങ്ങനെ മുളച്ചുണ്ടായി എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളെ മൈരിപ്പൊക്കെ ആവാനായപ്പോൾ എല്ലാവരും കൂട്ടി കയറി കേട്ടോ. കൂട് മീൻസ് നമ്മുടെ വീട്ടിൽ കയറി എല്ലാവരും പോയി. ഇപ്പം ശ്രദ്ധിക്കാക്കിയും കുട്ടികളെല്ലാവരും പോയി. അപ്പോൾ ഞങ്ങളും അകത്ത് കയറി. പിന്നെ നമ്മുടെ മരുവിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് പിന്നെ ഡെയിലിയുള്ള റൊട്ടീനാണല്ലോ, നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ എന്തുണ്ടാക്കുക, അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും എന്തായാലും. അപ്പോൾ ഇന്നിപ്പം എല്ലാവർക്കും ചപ്പാത്തി മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിക്ക് കറിയായിട്ട് ഇഷ്ടമുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എപ്പോഴും ഇക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഇഷ്ടം കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു കപ്പ ഉണ്ടായിരുന്നു, കപ്പ മീൻസ് പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇഷ്ടമുണ്ടാക്കാമെന്ന് കരുതിട്ടോ. അതിൻ്റെ ഇടയിൽ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, അതൊന്ന് മുറിച്ചു ഐസൂന് കൊടുത്തു. ആദ്യം എനിക്കാണ് കൊടുത്തത്. അപ്പോൾ തിന്നുന്നുണ്ടപ്പോൾ എനിക്കും പൂതി. അപ്പോൾ പിന്നെ ഞാനും മുറിച്ചു. അപ്പോൾ പിന്നെ സയാനും വേണം, ഐസൂനും വേണം, അർഷാക്കുനും വേണം. അങ്ങനെ കൊടുത്ത മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കപ്പയ്ക്കത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ്. ഞാൻ ഈ കപ്പ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മനസ്സിലാവാനാട്ടോ. എല്ലായിടത്തും പൂളക്കിഴങ്ങെന്നൊന്നും പറയില്ലല്ലോ, അതാണ്. അപ്പോൾ ഞാനത് വെട്ടിക്കൂട്ടി കുഞ്ഞു പീസാക്കി എടുക്കുന്നുണ്ട്. സ്റ്റൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പീസാക്കി. കുക്കറിൽ ഹൈസൂൻ്റെ കഞ്ഞിയാണ് കേട്ടോ. ഇന്നിപ്പോൾ കഞ്ഞി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെറുപയർ കഞ്ഞിയാണ്. അപ്പോൾ അതിങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ താഴെ കമൻ്റ് ഉണ്ടായിരുന്നു ഹൈസൂന് മാത്രം ഒരു കുക്കർ
മാറ്റി വെച്ചൂടെ കുക്ക് ചെയ്യാൻ, അവനക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ എന്നുള്ളത്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്ക് ചെയ്യണോണ്ട് കുക്കറിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറൊരു കുക്കർ എടുത്തു എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഞാൻ കപ്പയൊക്കെ കഴുകി സെയിം കുക്കറിൽ തന്നെ ഇട്ട് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞ് വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പല്ല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. ഞാനില്ലേ വെള്ളം ഒഴിച്ചത് കുറച്ചധികം എന്നൊരു സംശയമല്ല, അധികമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഞാനൊരു 3 വിസിലടിച്ചു കേട്ടോ. 2 മതിയായിരുന്നു, 3 ആയതുകൊണ്ട് തന്നെ കുറച്ച് വെന്ത് കുറുകിപ്പോയി. ഫുള്ള് പൊട്ടത്തരങ്ങളാണ് ഞാൻ കാണിക്കുക. അങ്ങനെ ഞാൻ കഞ്ഞിയും തുറന്നു നോക്കിയപ്പോൾ വെന്തുണ്ടായിരുന്നില്ല, പിന്നെയും വിസിലടിച്ചു. എന്നിട്ടാണ് കേട്ടോ ഇപ്പം തുറക്കണത്. അപ്പോൾ ഇതേ ചെറുപയർ കഞ്ഞി ചൂടുള്ളത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഫാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അർഷാക്കോനും കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. വെറും അച്ചാറൊക്കെ ഇട്ടിട്ടെങ്കിൽ തിന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനെ ഒന്നും തിന്നാൽ തന്നെ ഇറങ്ങൂല. എന്തായാലും ഇതിപ്പോൾ ഞാൻ ഹൈസുവിന് മാത്രം ഉണ്ടാക്കിക്കണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇട്ടിട്ട് ഇസു ആണെന്ന് പറയുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈസുവിന് കൊടുത്തന്നെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഫുഡൊക്കെ കഴിക്കാം അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി കളയണ്ടേന്ന് എഴുതിയിട്ട് നമ്മൾ തിന്നുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യരുതേ. അപ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ആവും ഗൈസ്. എല്ലാതും തിന്ന് നമ്മൾ അലാക്കിൻ്റെ പ്രശ്നങ്ങളാവും. പിന്നെ ഇന്ന് തിരക്കായതുകൊണ്ട് തന്നെ ഇസുവിൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചു. മദ്രസയിലെ ടൈം ടേബിൾ, സ്കൂളിലെ ടൈം ടേബിൾ അതൊക്കെ നോക്കിട്ടോ. നമ്മുടെ കഞ്ഞി കുടിക്കേണ്ട ആൾ ഇവിടെ സയാൻ്റെ എന്തോ ഒരു കാർഡ് തിന്നുകൊണ്ട് നടക്കാൻ കേട്ടോ. എന്ത് കണ്ടാലും വായിലിടും. ഇന്നലെയൊക്കെ ജസ്റ്റ് മിസ്സിനൊരു പ്രാണി കിട്ടോ, അതിനെല്ലാം തിന്നിന്നില്ലെങ്കിൽ. അങ്ങനെ കഞ്ഞി ചൂടാറാൻ വെച്ചിട്ട് ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ട് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അതിൻ്റെ പാലെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതൊന്ന് ചിരകിയിട്ട് കുറച്ച് പാലൊക്കെ എടുത്തു. കുക്കർ തുറന്നു. കറിയുടെ കോലം ഇതാണ്, കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട്, നിങ്ങൾ മെയിൻ ചെയ്യണ്ട. പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു, ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കിട്ടോ, നല്ല ഫ്ലേവറൊക്കെ കിട്ടട്ടെ എന്ന് കരുതി. ചൂടാറി കഴിഞ്ഞപ്പോൾ കറി ഒന്ന് കുറുകിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറച്ച് വെള്ളം അധികമായിട്ടോ. അർഷാക്ക് പിന്നെ വെള്ളം അധികമായി എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കേട്ടപ്പോൾ എനിക്ക് കീറയൊക്കെ വന്നു. പിന്നെ ഞാൻ മുണ്ടാതിരുന്നതാണ് കേട്ടോ. ഞാൻ എന്നെ അത് ഇടങ്ങേറായിട്ട് വെള്ളം അധികമായി ഇങ്ങനെ മുണ്ടാതിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കീറ വരും. എന്തായാലും ഞാൻ ആ ഒരു എന്താ പറയുക റിലേ പോയി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ആ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തു. അർഷാക്ക് ചുടാൻ കൂടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫുള്ളായിട്ട് പരത്തി കഴിഞ്ഞ് ലാസ്റ്റ് ചുടാന്ന് കരുതി. ഇതിങ്ങനെ കുറേ നേരം നിൽക്കേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഏറെ വരും. ഞാൻ ചിലപ്പോൾ കസാരയൊക്കെ ഇട്ട് കൊടുത്ത് ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചോനെയും ഉണ്ടാവുന്നല്ല വയസ്സായിട്ടോ. അർഷാക്ക് ചൂടാൻ വേണ്ടി ചട്ടൊക്കെ എടുത്ത് വന്നിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. 2 ചപ്പാത്തി ഇട്ടിട്ട് അർഷാക്ക് പോയിട്ട് അപ്പോഴത്തേനും ഫ്രണ്ട്സിൻ്റെ കോള് വന്നു, പുറത്ത് പോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറെയൊക്കെ വന്നു കേട്ടോ. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അർഷാക്കും അതൊന്നും കഴിക്കാൻ നിൽക്കാതെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു ഗൈസ്. ഇത്രയും ക്രൂരനായ ഒരു ഭർത്താവ് വേറെ ഉണ്ടാവും. പിന്നെ ഞാൻ വിചാരിച്ചു ഓരോരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. എന്തായാലും അർഷാക്കിന് ചപ്പാത്തിയൊക്കെ ഞാൻ തിന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ 3 പേരെയും ഉറക്കിട്ടോ. മദ്രസൊക്കെ ഉണ്ട് നാളെ, അപ്പം നേരെ ഒഴുകണ്ടെന്ന് എഴുതിയിട്ട് ആദ്യം ഓലെ ഉറക്കി. ബാക്കി ഒരു പരിപാടി ചെയ്തിട്ടില്ല. അടുക്കളയും എല്ലാതും അതേപോലെ ഇട്ടിക്കാണ്. ഇനി ഇവരെയൊക്കെ ഒന്ന് എടുത്ത് കിടത്തൊക്കെ വേണം, അവിടെ ഇവിടെയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് കിടക്കണത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ പാത്രങ്ങൾ, ബാഗ്, ബുക്ക്, ഗ്ലാസ്, പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. സെറ്റിൽ കണ്ടോ കുറച്ച് തുണികൾ കിടക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കുള്ള പരിപാടിയുണ്ട്. ഇപ്പോൾ സമയം ഒരു 10 മണി ആയിട്ടില്ല, ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പാത്രം ഗ്ലാസ് താഴത്ത് വീണം അപ്പം നീക്കിട്ടോ ചെറുത്. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ ചെയ്യണത്. പിന്നെ നമ്മുടെ കുക്കറിൽ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു, അതൊന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു. അർഷാക്ക് കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ അത് ബാക്കിയായത്. പിന്നെ നമുക്ക് രാവിലെ എടുക്കാമെന്ന് കരുതി, അതുകൊണ്ട് പിന്നെ രാവിലെ കറി ഉണ്ടാക്കണ്ടല്ലോ ഒന്ന് സമാധാനം. അങ്ങനെ ഇവിടേക്ക് ഒന്ന് അടിച്ച് തുടച്ച് ക്ലീൻ ആക്കാൻ കേട്ടോ. ഫുള്ള് പൊടിയാണ്. ഇന്നലത്തെ അല്ലേ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ രാത്രി വീട് അടിച്ചു വാരണം കണ്ടപ്പോൾ കമൻറ്റ് ഉണ്ടായിരുന്നു അടിച്ചു വരാൻ പാടില്ലാന്ന്. അടിച്ചു വരാതെ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ. ഒരു തലക്കുന്ന ഒരു തലവേല സകല സാധനങ്ങളും പരത്തിയിട്ടുണ്ടാവും. ചോറ്, ചാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ടാവും. നമ്മൾ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഫുള്ള് ഉറുമ്പാവും. പിന്നെ ഹൈസ് ഇതേനൊക്കെ മുട്ടൂത്തി നടക്കണതാണ്. ഓൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയോ അതൊക്കെ എടുത്ത് തിന്നും. പിന്നെ ഉറുമ്പ് വരും, പെട്ടെന്ന് ഉറുമ്പ് വരും. പിന്നെ ഓനെ കടിക്കും. അല്ലെങ്കിൽ അതൊരു പ്രാണി കടിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ നമ്മളൊരു എന്താ പറയുക ശ്രദ്ധയില്ലായ്മ കാരണം വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരാം കേട്ടോ. ഇതാണ് മെയിൻ റീസൺ. ഹൈസുമാണ് ഓൻ എന്തെങ്കിലും കടിക്കുക അല്ലെങ്കിൽ ഓൻ എന്തെങ്കിലും തിന്നോ ചെയ്യുമെന്ന് കരുതിയിട്ടാണ്. പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടും നമ്മളിങ്ങനെ രാത്രി വൃത്തിയാക്കി കിടന്നാൽ കേട്ടോ. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം അടിയും. അങ്ങനെ നമ്മൾ ആദ്യം ഞാനെല്ലാം അടുക്കി പെറുക്കി വെച്ച് തട്ടിക്കുളഞ്ഞ് അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് കേട്ടോ പാത്രം കഴുകാൻ നിൽക്കുക.
പാത്രം എല്ലാം സിങ്കിൽ കൊടുന്നിടും. എന്നിട്ട് ഞാനിങ്ങനെ കഴുകും. പാത്രം കഴുകുമ്പോൾ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യം വലിയ വലിയ സാധനങ്ങളാണ് ഞാൻ കഴുകുക. അപ്പോൾ സിങ്ക് പെട്ടെന്ന് കാലിയാവണ പോലെ തോന്നും, നമുക്കൊരു സമാധാനം കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞിയത് കഴുകുന്ന ലാസ്റ്റ് വലുതൊക്കെ പാടെ കഴുകുമ്പോൾ ഇതിന് ഇങ്ങനെ വരും. അതൊരു ടിപ്പാണ്, എല്ലാവരും ഫോളോ ചെയ്യുക, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇതൊക്കെ കഴുകിയിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് ബാക്കിയുള്ള പരിപാടിയിലോട്ട് കടന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് നാളെ തന്നെ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.